സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസെ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 15-36-37 വാക്യങ്ങൾ. പ്രവൃത്തി 15 യോഹന്നാൻ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നവരെ ബർണബാസും അപ്പോസ്തലനായ പൗലോസും മിഷണറിമാരുമായി ഒരുമിച്ച് സേവനം അനുഷ്ഠിച്ചു എന്ന് നാം വായിക്കുന്നു. പൗലോസ് എതിർത്തതിന് കാരണം മർക്കോസ് മുമ്പേ പംഫുലിയിൽ നിന്നും അവരെ വിട്ടുപോയി എന്നതായിരുന്നു. തൽഫലമായി പൗലോസും ബർണബാസും വേർപിരിഞ്ഞു. പൗലോസ് ശീലാസിനെയും ബർണബാസ് മർക്കോസിനെയും കൂടെ കൂട്ടി. മർക്കോസിന് രണ്ടാമതൊരു അവസരം നൽകാൻ ബർണബാസ് തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഒരു മിഷണറിയായി സേവിപ്പാനും വിജയിപ്പാനുള്ള മർക്കോസിൻ്റെ കഴിവിന് കാരണമായി. അവൻ മർക്കോസിന് സുവിശേഷം എഴുതുകയും തടവിലായിരിക്കുമ്പോൾ പൗലോസിന് ആശ്വാസം നൽകുകയും ചെയ്തു. 2 തിമോത്തിയോസ് 4:11. നമ്മൾ പലർക്കും തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരാളെ ചൂണ്ടിക്കാണിപ്പാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി അതുപോലെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പാനാവാം. ആരാണ് നിങ്ങളെ വിശ്വസിക്കുകയും വിജയിപ്പാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്തത്? നിങ്ങളെ പ്രോത്സാഹിപ്പാൻ ആ വ്യക്തി എന്താണ് ചെയ്തത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എന്നോടൊപ്പം നടന്നതിനും എന്നെ ഇന്നത്തെ ആളാക്കുവാൻ സഹായിച്ച ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിരക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.